വിഷുവിനൊരു നാടൻ പായസം. അധികമാരും ഉണ്ടാക്കാത്ത ഒരു പായസം ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ? അതിന് പറ്റിയ ഒരു നാടൻ പായസമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കപ്പളങ്ങ പായസം. പതിവ് പോലെ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാൻ ഒരു പച്ചക്കപ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 650 ഗ്രാം ഉണ്ട്. ഇത് ചെത്തി തൊലിയെല്ലാം കളഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പം 650 ഗ്രാം. തേങ്ങാപ്പാൽ 1 പാല് 2 പാല്. ഒരു വലിയ തേങ്ങയിൽ നിന്ന് എടുത്ത 3/4 കപ്പ് 1 പാലും 2/4 കപ്പ് 2 പാല്. ഒരു 1/4 കപ്പ് ചൗവരി വേവിച്ച് വെച്ചിരിക്കുന്നത്. 750 ഗ്രാം ശർക്കര 3/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുന്നത്. നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കുറച്ച് ബദാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-12 ബദാം ഉണ്ട് ഇത് മുറിച്ച് വെച്ചിരിക്കുന്നത്. കപ്പളങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വേകാനുള്ള വെള്ളം മതി. വെള്ളം നമുക്ക് പിന്നെ ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് മൂടി വെച്ച് 3 വിസിൽ, 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. ഇത് 3 വിസിൽ കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം വെന്ത് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചൂടായ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ചൂടായ നെയ്യിലേക്ക് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും കൂടെ ചേർക്കാം. എല്ലാം മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അരച്ച് വെച്ചിരിക്കുന്ന കപ്പളങ്ങ ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കഴിവതും അധികം വെള്ളം ഇല്ലാതെ വേണം ഈ കപ്പളങ്ങ അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കൂടെ വറ്റിച്ചെടുക്കണ്ടേ. ഇതിപ്പം നന്നായിട്ടൊന്ന് വരണ്ട് വരണം. നെയ്യിൽ കിടന്ന് മൂക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ടല്ലോ. അപ്പം നമുക്കധികം വെള്ളമില്ലായിരുന്നു. പക്ഷേ എന്നാലും അരച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയും വെള്ളമയല്ലേ, അതൊന്ന് വറ്റി വരണം. ഇപ്പം കപ്പളങ്ങ ഒന്ന് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ചേർക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഞാൻ മുഴുവൻ ശർക്കര ചേർത്തിട്ടില്ല. ഇപ്പം എനിക്ക് ആ മധുരം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു 1/4 ഭാഗം ശർക്കര ഉരുക്കിയത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ചൊന്ന് വറ്റി വരണം. ശർക്കര നമ്മൾ കട്ടിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അല്പം വെള്ളമയം ഉണ്ടല്ലോ. ആ കപ്പളങ്ങയിൽ ഈ ശർക്കര മധുരം ഒന്ന് പിടിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം ശർക്കര ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് തേങ്ങയുടെ 2 പാല് ചേർക്കാം. അത് ഞാൻ മുഴുവനും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഈ മധുരം ചൗവരിയും എല്ലാം കൂടെ ഒന്ന് ചേരണം. അതിനാണ് തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അല്പം ഒന്ന് കുറുകി വരണം.
മധുരം അല്പം പോരായികയാണ്. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ബാക്കി ശർക്കരപ്പാനിയും കൂടെ ചേർക്കുവാണ്. ആ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി തന്നെ അങ്ങ് ചേർക്കുമ്പോഴത്തേക്കും കട്ട പിടിച്ചതുപോലെ തോന്നും. അപ്പം അല്പം തേങ്ങാപ്പാലിൽ ഇതൊന്ന് കലക്കിയിട്ട് ചേർക്കാം. 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നണ്ട. കാരണം ഇത് ചൗവരി ചേർന്നത് കൊണ്ട് നന്നായിട്ടിത് കുറുകി വരും. ഉപ്പും ഏലക്കയുടെ ടേസ്റ്റും എല്ലാം ഒന്ന് നോക്കണം. ഏലക്കയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ഇതിങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ബദാമെല്ലാം കൂടെ ചേർക്കാം. ഇത് ഒരു പാത്രപാകമാകാനായിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം പാത്രപാകമാകാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ ഇത് കുറുകിയിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരും. വളരെ സിമ്പിളായതും രുചികരവുമായ കപ്ലങ്ങ പായസം റെഡിയായി. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ വിഷുവിന് നിങ്ങളും ഇതുപോലെ ഒരു നാടൻ പായസം ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.